ക്രിക്കറ്റിനും ഫുട്ബോളിനൊക്കെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്പോർട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി, ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്തവനെന്ന് വിമർശകർ പാടി നടന്നിരുന്ന മെസ്സി 3 ഫൈനലുകളിൽ നിന്ന് തലകുനിച്ച് മടങ്ങേണ്ടി വന്ന ഒരാൾ. അങ്ങനെയുള്ള മെസ്സി തുടർച്ചയായ 3 ഇന്റർനാഷണൽ ട്രോഫികൾ നേടിക്കൊണ്ട് നടത്തിയൊരു തിരിച്ചുവരവുണ്ട്. അതേപോലെ തന്നെ മെസ്സിയുടെ രാജ്യം അർജന്റീന വേൾഡ് കപ്പിൽ സൗദി അറേബ്യയോട് തോറ്റതിനു ശേഷം നടത്തിയൊരു തേരോട്ടം, ഒരുപാട് നാളുകൾക്ക് ശേഷം വേൾഡ് കപ്പിൽ മുത്തമിട്ടുകൊണ്ടായിരുന്നു ആ തേരോട്ടം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ IPL നമ്മുടെ വിരാട് കോഹ്ലിയും RCBയും നീണ്ട 18 വർഷത്തിന് ശേഷമാണ് RCB കപ്പെടുക്കുന്നത്. ഈ സാല് കപ്പ് നംദേ എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ടാഗ് ലൈനുമായി വന്നിട്ട് വിമർശകർ എയറിൽ കയറ്റിയിരുന്ന ഒരു ടീമായിരുന്നു RCB എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം അവരും കപ്പിൽ മുത്തമിട്ടുകൊണ്ട് ആ ഒരു വിമർശനങ്ങൾക്ക് അവർ മറുപടി കൊടുക്കുകയുണ്ടായി. ഇതേ പ്രകാരം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് എടുത്തു, PSG ചാമ്പ്യൻസ് ലീഗ് എടുത്തു, ക്രിക്കറ്റിലെ റിയൽ ചോക്കേഴ്സ് എന്നറിയപ്പെടുന്ന സൗത്ത് ആഫ്രിക്ക വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്തു. അങ്ങനെ ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത ഉദാഹരണങ്ങൾ സ്പോർട്സിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആർസനൽ കപ്പെടുത്തത് ഒരുപാട് നാളുകളുടെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് ആർസനൽ കപ്പെടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സ്പോർട്സിൽ നിന്ന് കിട്ടും. രാത്രിയിൽ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് കളി കാണുമ്പോൾ നിനക്കൊന്നും വേറൊരു പണിയും ഇല്ലയെന്ന് ചോദിക്കുന്ന അമ്മാവനുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ റീൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയാം സ്പോർട്സ് എന്നത് കേവലം നേരം പോക്ക് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് മോട്ടിവേഷനും ഉള്ളൊരു ഫീൽഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുക.